ഗുഡ് മോർണിംഗ് ഹൈബി. നമസ്കാരം. എന്തെല്ലാം നല്ലതാണ്. പറ. രാവിലെ വോട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങൾ. ചോദിച്ച് ഉഷാറായോ? പിന്നെ ഇത്തവണ വൻ ഭൂരിപക്ഷമായിരിക്കും എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. നമസ്കാരം. ഇത്തവണ വൻ ഭൂരിപക്ഷമായിരിക്കും എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ രാവിലെ എപ്പോഴാണ് പ്രചാരണം തുടങ്ങുന്നത്? നമ്മൾ ഈ ഹാർബർ ഉള്ള സ്ഥലങ്ങളിൽ, എറണാകുളം ഒരു വലിയ മെട്രോ നഗരമാണെന്ന് പറയുമ്പോഴും തീരദേശത്തിൻ്റെ ഒരു വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പം മുനമ്പം, ഇവിടെ ഗോശ്രീ ഹാർബറുകൾ, കൊച്ചി തോപ്പുംപടി ഹാർബറുകളിൽ പോകുമ്പോൾ അവിടെ ജോലി തുടങ്ങുന്നത് 4 മണിക്കാണ്. അപ്പോൾ 5 മണിയാകുമ്പോൾ എല്ലാവരും വളരെ കൃത്യമായ അവരുടെ ജോലിയിൽ പ്രവേശിക്കും. അപ്പോൾ 5 മണിയാണ് ഹാർബറിൻ്റെ ഒരു സമയം. അതുകൊണ്ട് ഹാർബറുകളുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ 5 മണിക്ക് എത്തണം. സാധാരണ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു എറണാകുളം ആശുപത്രിയിൽ ഹൈബി പ്രചാരണം നടത്തുന്നു. അത് കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ ഷൈൻ ടീച്ചറും വരുന്നു. രണ്ടുപേരും ഒരേ സ്ഥലത്ത്, പത്രത്തിൽ വന്നിരിക്കുന്ന ഫോട്ടോയും ഒരേ ആളുകൾക്കൊപ്പം നിൽക്കുന്നതാണ്. അതെന്താ അങ്ങനെ ഒരു കോയിൻസിഡൻസ് ആണോ അതോ പറഞ്ഞു പോകുന്നതാണോ? അല്ല, ഇന്നലെ ഞങ്ങൾ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ സംബന്ധിച്ച് എല്ലാ പള്ളികളിലും നേർച്ച സദ്യയുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥലം എന്ന് പറയുന്നത് കണ്ണമാലിയാണ്. അപ്പോൾ കണ്ണമാലിയിൽ രാവിലെ 7 മണിക്ക് കൊച്ചി ബിഷപ്പിൻ്റെ ഒരു കുർബാന ഉണ്ടാവും. അപ്പോൾ അതേ പ്രിമൈസസിലുള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങുന്ന വഴിക്ക് അവിടുത്തെ സ്റ്റാഫ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പോയി അവരെ വിഷ് ചെയ്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ആ പടം ഇന്ന് പത്രത്തിൽ കാണുമ്പോൾ, കാരണം മുകളിൽ ഹൈബിയുടെ സന്ദർശനം, കൂടെ നിൽക്കുന്ന ആളുകളൊന്ന്, താഴെ ഷൈൻ ടീച്ചറിന്റെ സന്ദർശനം, അവിടെ ഒരേ ഇല്ല. സാധാരണ എനിക്ക് തോന്നുന്നു പല ഭാഗങ്ങളിലായിട്ടാണ്. പിന്നെ ഞാൻ വൈകിയാണല്ലോ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്ത് പല സ്ഥലങ്ങളിലുമാണ് പോകുന്നത്. ഒരേ സ്ഥലത്ത് വളരെ ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയായി. NDA സ്ഥാനാർത്ഥി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഹൈബിയെ പേടിച്ചിട്ടാണെന്നൊക്കെ കേൾക്കുന്നു. ഇല്ല, NDA സ്ഥാനാർത്ഥി എല്ലാവരും മത്സരിക്കണമല്ലോ. ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. എല്ലാവരും വരണം, എല്ലാം പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വരണം. ഇതിനു മുമ്പ് കഴിഞ്ഞ തവണ എന്ന് പറയുന്നത് ശ്രീ P. രാജീവും ശ്രീ അൽഫോൺസ് കണ്ണന്താനമായിരുന്നു. രണ്ടും പരിണിതപ്രജ്ഞരായ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളുകളാണ്. അതിനു മുമ്പ് ഞാൻ MLA ആയിരിക്കുമ്പോൾ അഡ്വക്കേറ്റ് അനിൽകുമാർ ഉണ്ടായിരുന്നു, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം വളരെ ഒരു പ്രധാനപ്പെട്ട ആളുകൾ വരുമ്പോൾ മത്സരത്തിനും അതിൻ്റെതായ ഒരു ചൂട് ഞങ്ങളുടെ ആളുകൾക്കും ഉണ്ടാവും. നമ്മളിപ്പോൾ വൈപ്പിനിൽ നിന്നാണ് സംസാരിക്കുന്നത്. വൈപ്പിന് വേണ്ടി, അതായത് ഒരു തവണ കൂടി ഇവിടുന്ന് തെരഞ്ഞെടുത്ത് അയക്കുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വൈപ്പിനിലെ മുഴുവൻ പറയണ്ട, ചുരുക്കി പറഞ്ഞാൽ മതി. വൈപ്പിനിൽ ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, തീരദേശമാണ്. മുനമ്പം ഹാർബർ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഹാർബറാണ്. ഞാൻ ശ്രീ സജി ചെറിയാനൊരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രപ്പോസൽ ഇവിടെ നിന്ന് അയക്കണം. കാരണം L. മുരുകൻ എന്ന് പറയുന്ന ഫിഷറീസ് മന്ത്രി സന്ദർശിച്ചിട്ടുള്ളൊരു ഹാർബറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊരു പ്രപ്പോസൽ കൊടുത്താൽ കേന്ദ്ര സർക്കാർ അത് പോസിറ്റീവായി പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇവർ ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാനിവിടുത്തെ ഓരോ പഞ്ചായത്തുകളിലെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കടമക്കുടി എന്ന് പറയുന്നത് 9 ദ്വീപുകളുള്ള ഒരു ഐലൻഡാണ്. അവിടെ പിഴല പ്രൈമറി ഹെൽത്ത് സെൻ്ററിന് വേണ്ടി MP ഫണ്ടിൽ നിന്ന് ആംബുലൻസ് നൽകിയിട്ടുണ്ട്. അവിടെ തന്നെ റോഡിൻ്റെ അവിടെ ചെറിയ ചെറിയ ദ്വീപുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദ്വീപിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്താ? മൂലമ്പള്ളിയിൽ നമ്മളൊരു സ്മാർട്ട് അംഗൻവാടി നൽകിയിട്ടുണ്ട്. ഒരു റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്തിൽ ആദ്യമായി ഒരു ഓപ്പൺ ജിം, അത് വളരെ മനോഹരമായൊരു ചെമ്മീൻ കെട്ടിൻ്റെ അടുത്താണ്, മാലിപ്പുറത്ത്. അതുപോലെ തന്നെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. ചെറായി പുലയ കരയോഗത്തിന് വേണ്ടി 50 ലക്ഷം രൂപയുടെ അവർക്ക് സ്വന്തമായ ഒരു കെട്ടിടം പണിത് നൽകിയിട്ടുണ്ട്. അവിടെ കുഴുപ്പള്ളിയിൽ സ്മാർട്ട് അംഗൻവാടി. MP ഫണ്ട് വിനിയോഗം അതിപ്പോൾ ഒരു ചർച്ചാ വിഷയമാണ്. ഞങ്ങൾ തന്നെയാണ് ചർച്ചയാക്കിയത്. അപ്പോൾ MP ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിൽ, അത് എല്ലായിടത്തേക്കും ഒരേപോലെ എത്തിക്കുന്ന കാര്യത്തിൽ അതിൽ എന്താണ് ഹൈബിയുടെ ഒരു സ്ട്രാറ്റജി? ഇങ്ങനെ നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഒരു MLA വെച്ച് നോക്കുമ്പോൾ നമ്മൾ തീരെ ദരിദ്രരാണ്. കാരണം ഒരു MLAക്ക് 6 കോടി രൂപയാണ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ചിലവാക്കാൻ സാധിക്കുന്നത്. ഒരു MP-ക്ക് 5 കോടി രൂപയാണ് 7 നിയമസഭാ മണ്ഡലത്തിൽ ചിലവാക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെ SC/STയുടെ കോമ്പോണൻറ്റും വേറെ ഉണ്ട്. ഇവിടെ ട്രൈബ്സ് അധികം ഇല്ല. അതുകൊണ്ട് പലപ്പോഴും അത് മറ്റു ജില്ലകളിലേക്ക് പോകാറുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഫോർഷോർ റോട്ടിലെ 60ഓളം പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വരുന്ന ട്രൈബൽ ഹോസ്റ്റലുണ്ട്. അവിടെ ഒരു ഡിജിറ്റൽ ലൈബ്രറി എന്നുള്ളൊരു ആശയത്തിന് അനുമതി കിട്ടി. 52 ലക്ഷം രൂപയ്ക്ക് അത് പൂർത്തീകരിച്ചു. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്മാർട്ട് അംഗൻവാടിയുണ്ട്. എനിക്ക് 17 കോടി രൂപയാണ് ഒരു MP-ക്ക് കഴിഞ്ഞ 5 വർഷക്കാലം കിട്ടിയത്. കാരണം 10 കോടി രൂപ ആദ്യം എടുത്തിട്ട് പിന്നെ ഒരു 3 കോടി രൂപ ഞങ്ങൾക്ക് തിരിച്ച് നൽകി. അപ്പോൾ
7 കോടി രൂപ കോവിഡ് സമയത്ത് PM കെയറിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ 17 കോടി രൂപ ചെലവഴിച്ചത് കൂടാതെ മുൻ MP പ്രൊഫസർ KV തോമസിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചെലവഴിക്കാത്ത കുറേ തീരാത്ത പ്രൊജക്റ്റുകളുണ്ടായി. ഞാൻ കുറേ നാളായിട്ട് അതിൻ്റെ പുറകെയായിരുന്നു. അതിൻ്റെ എല്ലാം യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് 4.88 കോടി രൂപ അതിൽ നിന്നും കൂടി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഒന്ന് എടുക്കില്ല ഗീഷ, ഫോൺ വണ്ടിയിൽ നിന്ന് എടുക്കും. അപ്പോൾ ഇന്നത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇന്നത്തെ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ 4.88 കോടി രൂപ കൂടി എറണാകുളത്തെ പൊതുസമൂഹത്തിന് വേണ്ടി 17 കോടി രൂപ MPക്ക് അനുവദിച്ചത് കൂടാതെയും കൂടി കിട്ടിയിട്ടുണ്ട്. അതും ചെലവഴിച്ച് തീരാറായി. അപ്പോൾ അതാണ് ഇന്നത്തെ ടോട്ടൽ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ചില പ്രോജക്റ്റുകൾ നമ്മൾ പൂർത്തീകരിച്ച് അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴാണ് അത് ചെലവഴിച്ചു എന്ന് വരുന്നത്. പക്ഷേ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ മേടിച്ചു. ആശുപത്രികൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആംബുലൻസുകളും ബസ്സുകളും വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുകയാണ്. പക്ഷേ എല്ലാത്തിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആയിക്കഴിഞ്ഞു. ഇതിപ്പോൾ ഇന്നത്തെ അത് നമ്മുടെ MP ഫണ്ടല്ലല്ലോ, തണൽ ഭവന പദ്ധതി എന്ന് പറയുന്ന എൻ്റെ ഒരു ഹൗസിംഗ് പ്രോജക്റ്റിൽ 115 വീടുകളായി. നമ്മുടെ ഒരുപാട് റീച്ച് ഔട്ട് പ്രോഗ്രാംസ് ഉണ്ട്. മെൻസ്ട്രൽ ഹൈജീന് വേണ്ടി ഉണ്ടായ കപ്പ് ഓഫ് ലൈഫ്, അതുപോലെ തന്നെ സൗഖ്യം സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ 21.23 കോടി രൂപയാണ് ചെലവഴിച്ചത്. അതിൻ്റെ കണക്കാണ്, വിശദാംശങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് 19 മുതൽ 24 വരെയുള്ള പുതുതായി പൂർത്തീകരിച്ച പദ്ധതികൾ: ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ KCB റോഡിൻ്റെ നിർമ്മാണം, കൊച്ചിൻ ഡിവിഷൻ കോർപ്പറേഷൻ ടെമ്പിൾ റോഡ്, കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററും അനുബന്ധ സാമഗ്രികളും കോവിഡ് കാലഘട്ടത്തിൽ കൊടുത്ത എക്യുപ്മെൻറ്റ്സാണ്. മണ്ഡലത്തിലെ താലൂക്ക് ആശുപത്രികളിൽ കോവിഡിന് പ്രിപ്പയർഡ്നെസ്സിന് വേണ്ടി കൊടുത്ത ഇതുണ്ട്. അങ്ങനെ നീണ്ടുപോയാൽ മറയൂർ, കാന്തല്ലൂർ അടക്കം അവിടുത്തെ ട്രൈബൽ ഹോസ്റ്റലുകളിലേക്ക് ആംബുലൻസും സ്കൂൾ ബസ്സും അടക്കം അതിൻ്റെ പൂർത്തീകരണം. ബസ്സുകൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഇപ്പോൾ ഇവിടെ തന്നെ പള്ളിപ്പുറം സെൻറ്റ് മേരീസ് SHSൽ, ഉദയംപേരൂർ SNDP, ഏലൂർ മുനിസിപ്പാലിറ്റി ഫാക്ട് ഈസ്റ്റേൺ സ്കൂൾ, സെയിൻറ്റ് ആൻ്റണീസ് കച്ചേരിപ്പടി, കുന്നുകര ഗവൺമെൻറ് JBS സ്കൂൾ, ബഡ് സ്കൂളിന് ബസ് കൊടുത്തു. എടവനക്കാട് SNDP സ്കൂള്, കടമക്കുടി, ഇതൊക്കെ ഈ നിയോജകമണ്ഡലത്തിലുള്ളതാണ്. ഇതൊരു അതായത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു വികസന രേഖയാക്കി പുറത്തു വിട്ടുകൂടെ? കാരണം പലയിടങ്ങളിലും MPമാരുടെ പ്രവർത്തനം അത്ര പോരാ എന്ന് പറഞ്ഞുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ഇത്രയും ഞാൻ ഈ മണ്ഡലത്തിൽ ജനങ്ങൾ വിലയിരുത്താൻ പോകുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം എറണാകുളത്തിൻ്റെ MP എന്താണ് ഈ നിയോജകമണ്ഡലത്തിൽ ചെയ്ത് എന്നാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകർ വോട്ട് ചോദിക്കാൻ പോകുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയുമുള്ള ഒരു വികാരമായി തെരഞ്ഞെടുപ്പ് മാറുമ്പോൾ തന്നെ MP മുണ്ടുകുത്താനെങ്കിലും പാർലമെൻറ്റിൽ എഴുന്നേറ്റിട്ടുണ്ടോ? അതിൻ്റെ വീഡിയോസ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ പരിപൂർണമായ വിശദാംശങ്ങൾ നിങ്ങളിലേക്ക് എത്തും. അതിപ്പോൾ ഓൺലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും, ഹാർഡ് കോപ്പി ആയിട്ടും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്കെല്ലാം സുതാര്യമായി വീക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്കാൻ കോഡ് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പാർലമെൻറ്റിലെ മുഴുവൻ സ്പീച്ചസും അവൈലബിൾ ആകുന്ന തരത്തിലാണ് ഞങ്ങളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി 37 ദിവസമുണ്ട്. അപ്പോൾ ആ 37 ദിവസങ്ങളിൽ എല്ലാ വീടുകളിലേക്കും ഈ സന്ദേശം എത്തും. അത് ഞങ്ങൾ പ്രചരണ ആയുധമാക്കും. ഞങ്ങൾ ചെയ്ത വികസന പദ്ധതികൾ 5 വർഷം, ഞാൻ പറഞ്ഞ പോലെ റീച്ച് ഔട്ട് പ്രോഗ്രാംസ്, എന്താണ് വികസനം, കഴിഞ്ഞ 5 വർഷക്കാലം പുതിയ പദ്ധതികൾ എറണാകുളത്ത് വന്നു, റെയിൽ, നാഷണൽ ഹൈവേ, ഇതെല്ലാം ഒരു MPയുടെ ഡയറക്റ്റ് ഉത്തരവാദിത്തത്തിൽ വരുന്ന കാര്യങ്ങളാണ്. തീരദേശ മേഖല, അതായത് MP എന്ത് ചെയ്തു എന്നുള്ളത് പ്രേക്ഷകർക്ക്, അതായത് ഈ വോട്ടർമാർക്കും നാട്ടിലുള്ള ആർക്കും, അതായത് എറണാകുളത്തെ മണ്ഡലത്തിലുള്ളവർക്ക് മാത്രമല്ല ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനം ഒരുക്കും. സുതാര്യമായ സംവിധാനമായിരിക്കും അതും എന്ന് ഞാൻ ഒരു കാര്യം സുജയ്ക്ക് ഉറപ്പ് തരികയാണ്. സുജയ 20 പാർലമെന്റ് മണ്ഡലങ്ങളും എടുത്തോളൂ, ആ മണ്ഡലങ്ങളിലെ യുണീക്കായിട്ടുള്ള പ്രോഗ്രാംസ് വാച്ച് ചെയ്തിട്ടുള്ളൂ. അതിൽ ഏറ്റവും മികച്ച സ്ഥാനം, 1ാം സ്ഥാനം എറണാകുളത്തിനായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കത് പരിശോധിക്കാം. ഞങ്ങൾ റിപ്പോർട്ടറിലൂടെ തന്നെ നിങ്ങൾ പുറത്തു വിടണം. ഏതെല്ലാം യുണീക്ക് പ്രോജക്ട്സ് ആയിരുന്നു, ഏതെല്ലാം കാലഘട്ടങ്ങളിൽ എന്തൊക്കെ പദ്ധതികൾ ഇവിടെ വന്നു, കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടപ്പോൾ, LIC പ്രതിസന്ധിയിലായപ്പോൾ, കോവിഡിൽ പുറത്ത് MBBS സ്റ്റുഡൻസ് വിട്ടുകിടന്നപ്പോൾ, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും, നാഷണൽ ഇഷ്യൂസ്, മണിപ്പൂർ വിഷയം, പൗരത്വ ഭേദഗതി നിയമം, ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന പദ്ധതികൾ, അതിൽ ഓരോ ചെറിയ കാര്യങ്ങളും
ഈ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എത്ര പേരാണ്, ഒരു കാര്യം കൂടി ചോദിച്ചത്, എത്ര പേരാണ് വോട്ട് ചോദിക്കാൻ സ്ഥിരമായിട്ട് കൂടെ വരാറുള്ളത്? അല്ല, അത് ഓരോ മണ്ഡലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ചില സ്ഥാപനങ്ങളിലൊക്കെ കയറുമ്പോൾ നമ്മൾ കൂടുതൽ ആളുകളുമായി കയറി, ആശുപത്രിയിൽ കയറുമ്പോൾ എല്ലാവരും കൂടി ഇടിച്ച് കയറേണ്ട അവസ്ഥയില്ല. പള്ളികളിൽ, ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ അങ്ങനെ കയറി അവിടെ തിക്കും തിരക്കും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഓരോ അവസരത്തിനനുസരിച്ചിട്ട് ആളുകളെപ്പോഴും പൂർണ്ണ സജ്ജരായിട്ടുണ്ട്. ഇപ്പോൾ വൈപ്പിൻകരയിലെ നമ്മുടെ UDFൻ്റെ കൺവീനർ ഇക്ബാലിക്ക് മുതൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോണോ മാഷും അഡ്വക്കേറ്റ് LC ജോർജ്, ജില്ലാ പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷ, ഈ വാർഡിൻ്റെ പ്രതിനിധി കൂടിയാണ്. നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, മുൻ സ്ഥാനാർത്ഥിയുണ്ട്, ഇവിടെ നിയമസഭയിൽ മത്സരിച്ച ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റുമാരുണ്ട്, ഇത് പഞ്ചായത്ത് മെമ്പർമാരാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഫുൾ ടീം സെറ്റാണ്. രാവിലെ 5 മണിക്ക്, രാവിലെ 5:45 മുതൽ അവരിവിടെ ഉണ്ട്. അപ്പോൾ വിജയാശംസകൾ ഹൈബി. ഇനി അപ്പോൾ വൈപ്പിനിൽ ചോദിച്ചതുകൊണ്ട്, വൈപ്പിൻ നിങ്ങൾ പുറം ലോകത്തിനെ അറിയിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ ആളുകൾക്ക് പുറത്തേക്ക് പ്രവേശനമില്ല. വൈപ്പിൻ ബസ്സുകൾ പോകുന്നത് ഹൈക്കോടതി ജംഗ്ഷൻ വരെ മാത്രമാണ്. നഗരത്തിൽ നിന്ന് വരുന്ന ബസ്സുകൾ ഹൈക്കോടതി ജംഗ്ഷൻ വരെ ഇറങ്ങിയിട്ട് വീണ്ടും ഒരു ബസ് കയറണം. ഇത് പുറം ലോകം അറിഞ്ഞത് ഞാനിവിടെ ഒരു 24 മണിക്കൂർ നിരാഹാര സമരം അനുഷ്ഠിച്ചതിന് ശേഷമാണ്. അപ്പോൾ അന്ന് 1 മാസം കൊണ്ട് ശരിയാവുമെന്ന് മന്ത്രി പറഞ്ഞൊരു കാര്യമാണ്. 1 വർഷം കഴിഞ്ഞു സമരം കഴിഞ്ഞിട്ട്, ഇതുവരെ ശരിയായിട്ടില്ല. അപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയും ഇതിൻ്റെ ഇടയ്ക്ക് മാറി. അപ്പോൾ എന്നിട്ടും കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ വൈപ്പിൻ കരക്കാർക്ക് വേണ്ടി, ചരിത്രപരമായി കുടിവെള്ളത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുള്ള ആളുകളാണ്. ചരിത്രപരമായി ഒരുപാട് വികസനത്തിന് വേണ്ടി, ഗോശ്രീ പാലത്തിന് വേണ്ടിയും എല്ലാം സമരം ചെയ്ത അമ്മമാർ കുടിവെള്ള കുടങ്ങളുമായി ഹൈക്കോടതിക്ക് പോയിട്ടുള്ള ആളുകളാണ്. അവരുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു മിനിമം സൗകര്യമാണ്. അപ്പോൾ നഗരപ്രവേശനം, ബസ്സുകളുടെ നഗരപ്രവേശനം, സ്വകാര്യ ബസ്സുകളുടെ, അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം ശക്തമായി തുടരും. അപ്പോൾ നമ്മൾ പ്രചാരണത്തിന്റെ കുറച്ച് ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. പ്രചാരണം തുടരട്ടെ, സമയം നമ്മൾ കളയുന്നില്ല. അപ്പോൾ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡന്റെ പ്രചാരണം ഇങ്ങനെ തുടരുകയാണ്. പ്രചാരണത്തിനിടയിലാണ് വൈപ്പിനിൽ വെച്ച് നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചത്. ഇവിടെ വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഒന്നൊന്നായി പൂർത്തീകരിക്കുമെന്നുള്ള വാഗ്ദാനമാണ് തൊഴിലാളികൾക്കുമൊക്കെ ഹൈബി ഈഡൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹൈബി ഈഡൻ